Hello, I'm Navya, occupational therapist working at Lorem Wellness Care. ഇന്നത്തെ കാലത്ത് സ്ക്രീൻസ് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്ക്രീൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പേരൻസ് ഗൈഡ് ചെയ്യേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരിയായ രീതിയിൽ എങ്ങനെ സ്ക്രീൻസ് ഉപയോഗിക്കാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സ്ക്രീൻ ടൈം മെയിനായിട്ട് കുട്ടികൾ 4 ഏരിയാസിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് അറ്റൻഷൻ ആൻഡ് സെൽഫ് റെഗുലേഷൻ, സെൻസറി പ്രോസസ്സിംഗ്, മോട്ടോർ ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ. പാസീവ് സ്ക്രീൻ ടൈം കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ ഇൻ്റർഫിയർ ചെയ്യുന്നു. പക്ഷെ അതൊരു പർപ്പസ്ഫുൾ സ്ക്രീൻ ടൈം ആണെങ്കിൽ അത് അവരുടെ ലേണിങ്ങിന് സഹായിക്കും. എന്താണ് പാസീവ് വേഴ്സസ് പർപ്പസ്ഫുൾ സ്ക്രീൻ ടൈം നോക്കാം. പാസീവ് സ്ക്രീൻ ടൈമിൽ കുട്ടി വെറുതെ ഫോൺ നോക്കിയിരിക്കുന്നതേ ഉള്ളൂ. അതിൽ തിങ്കിങ് ഇല്ല, ലേണിംഗ് ഇല്ല, റെസ്പോൺസ് ഇല്ല, മൂവ്മെൻറ്റ് ഇല്ല. അതേസമയം പർപ്പസ്ഫുൾ സ്ക്രീൻ ടൈമിൽ കുട്ടി തിങ്ക് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ അത് റിയൽ വേൾഡായിട്ട് കണക്ട് ചെയ്യാൻ കുട്ടി ശ്രമിക്കുന്നുണ്ട്. സ്ക്രീൻ ടൈം എങ്ങനെ കുട്ടികൾക്ക് കുറച്ചുകൂടി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് കോവ്യൂ. കോവ്യൂ എന്ന് പറയുമ്പോൾ പേരൻസ് കുട്ടികളുടെ കൂടെ ഇരുന്ന് കാണുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, പിന്നെ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ അതൊന്ന് ആക്ട് ഔട്ട് ചെയ്തോ വരച്ചോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വീഡിയോസ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അതിലൊരു എലിമെൻറ്റ് ഓഫ് തിങ്കിങ്ങും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ഒക്കെ ഇൻവോൾവ് ആവുന്നുണ്ടെന്ന് പേരൻസ് എൻഷുർ ചെയ്യണം. എത്ര നേരമാണ് കുട്ടികൾക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ള സ്ക്രീൻ ടൈം നമുക്ക് നോക്കാം. WHO ഗൈഡ് ലൈൻസ് പ്രകാരം ഇൻഫൻസ്, അതായത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻസ് ഒട്ടും റെക്കമെൻഡഡ് അല്ല. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1 മണിക്കൂറിൽ താഴെയും, 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെ കുട്ടികൾക്ക് മാക്സിമം 1 hour ആണ് റെക്കമെൻഡഡ് ആയിട്ടുള്ള സ്ക്രീൻ ടൈം. സ്ക്രീൻസ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. അത് ശരിയായിട്ട് ഉപയോഗിച്ചാൽ കുട്ടികളുടെ ലേണിങ്ങിന് സഹായിക്കും, അല്ലെങ്കിൽ അത് അവരുടെ ഡെവലപ്മെൻറ്റിനെ ഇൻ്റർഫിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സ്ക്രീൻ ടൈമിന് എപ്പോഴും ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പേരൻസ് ശ്രദ്ധിക്കണം. സ്ക്രീൻസ് ഒരിക്കലും കുട്ടികളുടെ പ്ലേയ്ക്കും അതുപോലെ ഔട്ട്ഡോർ മൊബിലിറ്റിക്കും സോഷ്യൽ ഇൻട്രാക്ഷൻ, സ്ലീപ്പിനും ഒന്നും പകരമാകരുത്. അതുപോലെ തന്നെ ഒരു ഡിസൈഡഡ് ടൈമിൽ മാത്രം സ്ക്രീൻസ് കൊടുക്കുക. പിന്നെ ഉറക്കത്തിന് മുന്നേ സ്ക്രീൻസ് എപ്പോഴും ഒഴിവാക്കണം. അതുപോലെ ഭക്ഷണ സമയത്തും സ്ക്രീൻസ് ഒഴിവാക്കണം.